ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇതൊക്കെ എത്തിയമ്പേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഒരു വൺ ഡേ പോയിട്ട് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലത്തോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ഈ സ്ഥലത്ത് മഴക്കാലത്ത് പോകാനാട്ടോ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായോ? അരീക്കൽ വാട്ടർഫോൾസ്. നമുക്ക് പോവാം. കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 18-20 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഗൂഗിൾ മാപ്പിൽ അരീക്കൽ വാട്ടർഫോൾസ് എന്ന് ടൈപ്പ് ചെയ്താൽ കറക്റ്റ് റൂട്ട് കിട്ടും. ശരിക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൺസൂൺ ടൈമാണ് കേട്ടോ. ജൂണ് സെപ്റ്റംബർ സമയത്ത്. ആ സമയത്ത് നല്ല വെള്ളച്ചാട്ടം അടിക്കും അവിടെ. വിൻ്ററിലും നല്ലത് തന്നെ, പക്ഷേ വെള്ളത്തിൻ്റെ ഫ്ലോ ഒക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്. ട്രക്കിങ് പോലുള്ള ചെറിയ സ്റ്റെപ്പുള്ള റോഡാണ് അവിടെ. സ്ലിപ്പറി ആയിട്ടുള്ള കുറച്ച് കല്ലുകളും വളരെ ശാന്തമായിട്ടുള്ളൊരു പ്രദേശമുണ്ട്. ചെറിയൊരു വ്യൂ പോയിൻറ്റും പിന്നെ നല്ല ക്ലീൻ കൂൾ വാട്ടർ ഉള്ളൊരു സ്ഥലം. കോട്ടയത്തിൻ്റെ പച്ചപ്പിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം. നിങ്ങൾ ഫാമിലി ആയിട്ടൊരു വൺ ഡേ ട്രിപ്പിനോ അല്ലെങ്കിൽ മോർണിംഗ് ഡ്രൈവിനോ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഈ മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ വെയിലടിക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. എത്താറായെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടി ഉള്ള കേട്ടോ. നമ്മൾ ഏകദേശം സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. ഇത് തന്നെ സ്ഥലം. ഇവിടെ അതിൻ്റെ എൻട്രൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ. നമുക്കിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഇതാണ് അരീക്കൽ വാട്ടർഫോൾസിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഈ സൈഡിൽ കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് പോകാനുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ 20 രൂപയാണ് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഫീസ് കേട്ടോ. നമുക്കിതിനകത്തുകൂടി ഈ സ്റ്റെപ്പിൽ കൂടിയൊക്കെ ഇറങ്ങിയിട്ട് ഏറ്റവും താഴെ ചെല്ലണം. ഇവിടെ അരീക്കൽ എക്സോട്ടിക് ബേർഡ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവാം. കുറച്ച് അധികം സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. ഇറങ്ങാൻ കുഴപ്പമില്ല, പക്ഷെ കയറി വരാനാണ് കുറച്ച് പാട്. നല്ല പച്ചപ്പാണ് ഇവിടെ. ഈ സമയത്ത് വന്നിട്ടും നല്ല ചുറ്റിനൊക്കെ നിറച്ച് മരങ്ങളും നല്ല തണുപ്പുണ്ട് ഇവിടെ. കുറേ ആളുകളൊക്കെ താഴെ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ സ്ഥലം. മേലിൽ നിന്ന് വെള്ളം ഇങ്ങനെ തട്ടായിട്ട് ഇറങ്ങി വന്നെയാണ്. നിങ്ങൾക്ക് ആ ആളുകളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് കാണാം. അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ചെറിയൊരു പൂള് പോലെയാണ് അവിടെ. നല്ല തണുപ്പുള്ള സ്ഥലം കേട്ടോ. ഈ കല്ലുകൾ സൂക്ഷിക്കണം കേട്ടോ. നന്നായിട്ട് തെന്നലുണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ തെന്നാതെ നോക്കണം. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇപ്പുറത്ത് ബാത്റൂമുണ്ട്, ചെറിയൊരു കടയുണ്ട് സൈഡിൽ. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സ്നാക്സൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാം. വെള്ളമൊക്കെ കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ പൂള് പോലെയാണ് തട്ടായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് വെള്ളം. മേളിൽ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം ഇവിടെ നിന്നു. അഴുക്കുകളൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ വെള്ളം ഉണ്ടാ. എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണോണ്ടാന്ന് തോന്നുന്നു. ഈ കുട്ടികളൊക്കെ ഇവിടെ അടുത്തുള്ളത് തന്നെയാണ്. ഞാൻ അവരോട് കുറേ നേരം സംസാരിച്ചായിരുന്നു. അവരെപ്പോഴും ഇവിടെ വരുമെന്നാണ് പറഞ്ഞു. പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ യാത്ര. ഈ പാലം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് പിറവം പാലം. ഞാൻ തിരികെ പിറവം വഴി വീട്ടിലോട്ട് പോകുന്നു. വൺ ഡേ പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയൊരു സ്ഥലമുണ്ടാകും. നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവിടെ കുളിക്കാനും ഇറങ്ങി നടക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു സൈലൻറ്റ് പ്ലേസ്. എന്താണെങ്കിലും നിങ്ങൾ പോകാൻ ശ്രമിക്കുക കേട്ടോ. വീണ്ടും കാണാം.